അദ്ദേഹം 45 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ സത്യപ്രതിജ്ഞ ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ 27 ദിവസമായുള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്തായാലും വലിയൊരു വികസന കുതിപ്പോടു കൂടിയാണ് ഇനിയും കേരളം മുന്നോട്ട് പോകാൻ പോകുന്നത്. പുതിയ പല പ്രഖ്യാപനങ്ങളും ഇന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം പുതിയൊരു ഡെഡിക്കേറ്റഡ് കോറിഡോർ വരുന്നുണ്ട് റെയിൽവേയുടെ. അപ്പോൾ അത് ചിലപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കാം. തിരുവനന്തപുരം മെട്രോയെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ പറയാം. കോർപ്പറേഷൻ്റെ വികസനം, അതായത് സമഗ്ര വികസനത്തിൻ്റെ ഒരു രൂപരേഖ തന്നെ അത് ഇന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഒരു രൂപരേഖ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിവിടെ നടപ്പാക്കാനുള്ള ശ്രമമാണ്. അതിനുള്ള എല്ലാ സഹായവും കേന്ദ്രത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് തീർച്ചയായും. തലസ്ഥാനവാസി എന്ന നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം, ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ചില മാറ്റങ്ങൾ ഉണ്ടാകണം ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില മേഖലകളിൽ. അങ്ങനെ ഈ നിൽക്കുന്ന ഈ കിഴക്കേക്കോട്ട തന്നെ ഒത്തിരി മാറേണ്ട ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. തൊട്ടപ്പുറത്തുള്ള ഈ ആമഴിഞ്ചാന്തോട് എത്ര വർഷമായി ഇവരെല്ലാവരും ഭരിക്കുന്നു. അവിടുന്ന് അതിനൊരു ഒരു നിവൃത്തി വരുത്താനായിട്ട് ഇതുവരെ മാറി മാറി വരുന്ന ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയൊരു കഷ്ടം. ഇവിടെ വെള്ളപ്പൊക്കം, ഈ തമ്പാനൂരും ഈ കിഴക്കേക്കോട്ടയിലുമുള്ള വെള്ളപ്പൊക്കത്തിന് ഉള്ള ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. എത്രയോ നാളായി. അത് ശരിക്കും ഒരു മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ എത്ര ആക്സിഡൻ്റാണ് ഈ കിഴക്കേക്കോട്ടയിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ഫ്ലൈ ഓവറിൻ്റെ താഴെ പാർക്ക് പൂട്ടിയിട്ടിരിക്കുക. ചിൽഡ്രൻസ് പാർക്ക് ഏറ്റവും ബിസി ആയിട്ടുള്ള ഏരിയയിൽ, അതായത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം, നമ്മുടെ ഇവിടെ ബേക്കറി ജംഗ്ഷൻ്റെ ഫ്ലൈ ഓവറിൻ്റെ താഴെ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാർക്ക് ഉണ്ടാക്കിയത്? അവിടെ പാർക്കിങ്ങിന് സ്ഥലമില്ല. ആരെങ്കിലും ഇപ്പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്താൽ അപ്പോൾ വന്ന് ഫൈൻ അടിക്കുകയാണ്. അതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു റോഡിൻ്റെ നടുക്ക് ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ ഇത്ര ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇതിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒരു ഭരണം വരാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ. അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വരുന്നത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം.